ഡിവൈഎഫ്ഐക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പോലീസ് SI യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ തലയ്ക്കടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചോരേറ്റ അവസ്ഥയിൽ ആയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ വിവരം ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും അദ്ദേഹം രാജിവെക്കണമെന്നും കൂടുതൽ അന്വേഷണങ്ങൾ, സ്വതന്ത്രമായ അന്വേഷണങ്ങൾ, PV അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത്. സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് ഒരു പ്രതിഷേധങ്ങൾ നമ്മൾ പലതും കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ അതേ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ്. ബാരിക്കേഡുകൾ തള്ളി തകർക്കുക, ബാരിക്കേഡിലേക്ക് ചാടിക്കയറാൻ ശ്രമിക്കുക, അവിടെ ബാരിക്കേഡിനെ വലിച്ചിറക്കുക, പോലീസുമായിട്ട് ഒന്നും തള്ളി നടക്കുക. ഇതൊക്കെ എല്ലാ സമരങ്ങളിലും നമ്മൾ കാണുന്നതാണ്, എല്ലാ പാർട്ടിക്കാരുടെ സമരം കാണുന്നതാണ്. അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നടന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് ജലപീരങ്കി പ്രയോഗിക്കുന്നു, ജലപീരങ്കി പല പ്രാവശ്യം പ്രയോഗിക്കുന്നു. പിന്നെ ഈ പ്രവർത്തകർ, സമരക്കാർ പിന്നോട്ട് പോകുന്നില്ല. പക്ഷെ ഇതിനിടയ്ക്ക് ഒന്നും തള്ളിനിടയിൽ ഒരു പോലീസ് SI പ്രത്യേകിച്ച് തന്നെ പിന്നെ ഇത് സ്കെച്ച് ചെയ്തുകൊണ്ട്, ഇപ്പം അബിൻ വർഗി പറയുന്നത് അങ്ങനെയാണ്, തന്നെ സ്കെച്ച് ചെയ്തുകൊണ്ട് ഒരു പോലീസ് SI, ഒരു ഷിജു എന്നു പേരുള്ള പോലീസ് SI, അയാൾ തിരുവനന്തപുരത്തുകാരനാണ്, അയാൾ DYFIക്കാരനാണ്, അദ്ദേഹം CPM കാരനാണ്. അയാൾ CPM നേതാക്കളുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പടമിടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അയാൾ എന്നെ സ്കെച്ച് ചെയ്തുകൊണ്ട് എൻ്റെ തലക്കടിച്ചു എന്ന് പറയുന്നു. സത്യത്തിൽ ഇപ്പോൾ അബിൻ വർക്കിയുടെ തല പൊട്ടി ചോര ഒലിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിലൂടെ. ഇപ്പോൾ അബിൻ വർക്കി തിരുവനന്തപുരത്ത് പ്രതിഷേധം നടത്തുകയാണ്. അദ്ദേഹം പോലീസ് അറസ്റ്റിന് കീഴടങ്ങുന്നില്ല, അതിന് വിധേയനാകാൻ താല്പര്യം കാണിക്കുന്നില്ല. ഈ പരിക്കേറ്റ് തലയിൽ നിന്നും 2 അടിയാണ് അതിന് തലയ്ക്ക് ഏറ്റിരിക്കുന്നത്, ലാത്തി കൊണ്ടുള്ള അടി. ബോധപൂർവം ശ്രദ്ധിച്ചുകൊണ്ട് തലയ്ക്ക് തന്നെ അടിച്ചെന്നെ വീഴ്ത്താൻ വേണ്ടി ഉള്ള ശ്രമമാണ് നടത്തിയത്. അദ്ദേഹം എന്നെ സ്കെച്ച് ചെയ്തു, അതാണ് അബിൻ വർക്കിയുടെ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നെ സ്കെച്ച് ചെയ്ത് എന്നെ അടിച്ചു, അതുകൊണ്ട് ഇയാളെ ഇവിടെ നിന്ന് മാറ്റാതെ ഞാൻ ഇപ്പൊ റോഡിൽ കിടന്നുകൊണ്ട് സമരം നടത്തുകയാണ് അബിൻ വർക്കിയും കൂട്ടുകാരും. ഒരു പ്രവർത്തകന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട്, മറ്റു പല പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ഇതിനകത്ത് പ്രസിഡന്റ് മാങ്കൂട്ടത്തിനെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതിനിടയ്ക്ക് തന്നെ പോലീസ് ബഹളത്തിനിടയിൽ ചുറ്റി വരിഞ്ഞ് കെട്ടി. സാധാരണ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അവിടെ ശക്തമായ പ്രതിഷേധം നടത്തുകയും അദ്ദേഹത്തിനെയാണ് പോലീസ് ഇപ്പോൾ വളരെ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മാങ്കൂട്ടത്തിന് ചുറ്റിനും പ്രത്യേക പോലീസുകാരെ ചുമതലപ്പെടുത്തിയിരുന്നു. അവർ വളഞ്ഞ് ചുറ്റിപ്പിടിച്ച് മാങ്കൂട്ടത്തിനെ പെട്ടെന്ന് വാഹനത്തിലേക്ക് തള്ളിക്കയറ്റി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അപ്പോൾ അതിനുശേഷം വൈസ് പ്രസിഡന്റ് ഈ അബിൻ വർക്കിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അബിൻ വർക്കിക്കാണ് ഈ ബോധപൂർവമുള്ള അടി കിട്ടിയതെന്ന് അബിൻ വർക്കി പറയുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അബിൻ വർക്കി ഇപ്പോൾ റോഡിൽ കിടന്ന് സമരം നടത്തുകയാണ്. ആശുപത്രിയിൽ പോകാൻ തയ്യാറാവുന്നില്ല. ഈ CPMന്റെ പിണിയാളായിട്ട് നിൽക്കുന്ന, CPMകാരനായിട്ട് നിൽക്കുന്ന ഈ യൂണിഫോം ഇട്ട ഒരു CPMകാരൻ, പോലീസ് യൂണിഫോം ഇട്ട CPMകാരനെ ഇപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് മാറ്റാതെ ഞാൻ ആശുപത്രിയിലേക്കും പോകുന്നില്ല, ഞാനിവിടെ രക്തം ഒലിച്ച് ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ റോഡിൽ കിടന്ന് മരിച്ചാലും ഞാൻ ഈ സമരത്തിൽ നിന്ന് മാറാൻ പോകുന്നില്ല, പ്രതിഷേധത്തിൽ മാറാൻ പോകുന്നില്ല എന്ന ഒരു വല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണുന്നത്. എന്തായാലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ ശക്തമായ ഒരു സംഘർഷം എന്ന് പറയാൻ പറ്റില്ല, യുദ്ധക്കളം തന്നെയാണ് അവിടെ കാണുന്നത്. അബിൻ വർക്കി ശക്തമായ പ്രതിഷേധത്തിലാണ്. പോലീസിന് പ്രത്യേക തീരുമാനം എടുക്കാൻ കഴിയാതെ പോലീസ് മന്ദാളിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്.